നമസ്കാരം. നമ്മൾ രണ്ടുമൂന്ന് വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് വാർ തുടങ്ങി വെച്ചു. ഇസ്രായേൽ ഹിസ്ബുള്ളയായിട്ട് തീർക്കുന്ന ലക്ഷണമില്ലാതെ മീഡിയം റണ്ണിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഇസ്രായേൽ ഇറാനിലായിരിക്കും ഒരുപക്ഷെ ഇത് വന്ന് അവസാനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ഏത് കൺട്രി എന്ന് പറയാൻ പറ്റില്ല. എനിവേ, അപ്പോൾ നിലവിലുള്ളൊരു ഏറ്റവും റീസെൻ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം 1,00,000-ഓളം മെമ്പേഴ്സ് ഉണ്ടാകുമെന്ന് അനുമാനിക്കുന്ന ഹിസ്ബുള്ള എന്ന ഏകദേശം 1,50,000-ഓളം മിസൈലുകൾ കയ്യിലുള്ള ആ തീവ്രവാദ സംഘടന, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മിലിറ്ററി അല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ മിലിഷ്യ, ഇറാൻ്റെ പ്രോക്സി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇറാൻ ഫണ്ടഡ് ആയിട്ടുള്ള, ഇറാൻ ആയുധങ്ങളും പണവും ട്രെയിനിങ് എല്ലാം കൊടുക്കുന്ന ഹിസ്ബുള്ള എന്ന സംഘടനയുടെ ആത്മീയ നേതാവ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രമുഖനായ ലീഡർ ഹസൻ നസറുള്ള എന്നൊരു വ്യക്തി കൊല്ലപ്പെടാനുള്ള സാധ്യത, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു ന്യൂസാണ് ഇൻ്റർനാഷണൽ മീഡിയ കവർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ഏകദേശം 2,000 പൗണ്ട് തൂക്കത്തിൽ 2,000 പൗണ്ട് ഓളം എക്സ്പ്ലോസീവ്സ് നിറച്ച ബോംബുകൾ ബെയ്റൂട്ട് നഗരത്തിൽ, ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രമായ ബെയ്റൂട്ട് നഗരത്തിൻ്റെ ഏകദേശം 6ഓളം കെട്ടിടങ്ങൾ, അതിന് ഒരു 10 നിലയോളം വരുന്നതെന്ന് തോന്നുന്നു, ആ വീഡിയോക്കകത്ത് കാണുന്നതനുസരിച്ച് 10 നിലയോളം വരുന്ന 6ഓളം കെട്ടിടങ്ങൾ ഗ്രൗണ്ട് ലെവൽ 0 ആയിപ്പോയിരിക്കുന്നു. പക്ഷേ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറയുന്നത് 6 പേര് മരിച്ചെന്ന് പറയുന്നു റീസെൻറ്റ് CNN ന്യൂസിൽ. അതോടൊപ്പം 91-92 പേർക്കും കണ്ട് അപകടം, ദാറ്റ് മീൻസ് പരിക്കുകളേറ്റു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ഈ ഡൽഹി പോലത്തെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ആയിരിക്കട്ടെ, അപ്പോൾ ബെയ്റൂട്ട് എന്ന് പറഞ്ഞാൽ ലെബനൻ്റെ ക്യാപിറ്റലിൽ ഇത്രയും വലിയൊരു അപകടം സംഭവിക്കുമ്പോഴും ഇത്രയും കുറവ് കാഷ്വാലിറ്റി, അത് ഒത്തിരി കുറവെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മരണത്തെ നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയുടെയും മരണം, അതിനിപ്പോൾ തീവ്രവാദിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് തിരുത്തി വരാൻ അവസരമുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് മരിക്കാതിരിക്കുകയാണ്. വാട്ട് എവർ മേ ബി, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ. മരിക്കേണ്ടതൊക്കെ അവർക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വേറൊന്നുമില്ല, അത്രയും വലിയൊരു നഗരത്തിൽ എങ്ങനെയാണ് ഇത്രയും കാഷ്വാലിറ്റി കുറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഏകദേശം 2 മണിക്കൂർ, ഈ ആക്രമണം ഉണ്ടാകുന്നതിന് 2 മണിക്കൂർ മുന്നേ ഒരു 3 ബിൽഡിങ്ങുകളുടെ നമ്പർ അല്ലെങ്കിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ആ സാധനങ്ങൾ കൊടുത്തതിന് ശേഷം അവിടുന്ന് 500 മീറ്റർ റേഡിയസിൽ നിന്ന്, അതായത് 1/2 കിലോമീറ്ററോളം, അല്ലെങ്കിൽ 500 മീറ്റർ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ജീവനി പേടിയുള്ളവന്മാർ 1/2 കിലോമീറ്റർ എന്നുള്ള ശാലം കൂടി മാറി നിൽക്കുക. ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്ററോളം റേഡിയസിലുള്ള എല്ലാ വ്യക്തികളും അവിടുന്ന് ഒഴിഞ്ഞു പോകണം. ആ ബിൽഡിങ്സ് ആക്രമിക്കപ്പെടാൻ പോകുവാണെന്ന് ഇസ്രായേൽ ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റ് വഴിയും അറബിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. അതറിഞ്ഞ ജനങ്ങൾ 2 മണിക്കൂർ സമയമുണ്ട്, ആ പർട്ടിക്കുലർ കെട്ടിടങ്ങൾ തകർക്കാൻ പോവുകയാണെന്നും ആ കെട്ടിടങ്ങളെ ഹിസ്ബുള്ളയുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് അവർ സംശയിക്കുന്നു, അല്ലെങ്കിൽ അവരതിനെ കരുതുന്നത് അവരുടെ ആയുധ ഡിപ്പോയാണ്, അല്ലെങ്കിൽ ആയുധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഏരിയയാണ്. അതോടൊപ്പം തന്നെ ഒരു ഇസ്രായേലിലെ സീനിയർ ആർമി ഓഫീസർ പറഞ്ഞത്, അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും പരമോന്നത നേതാവിനെ, ഹസൻ നസറുള്ള എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. 1-2 പേര് ഒഫീഷ്യലായിട്ട് ഇസ്രായേലിൻ്റെ IDFൻ്റെ ഒരു ഡീറ്റെയിൽസും ഹസൻ നസറുള്ളയെ ടാർഗറ്റ് ചെയ്താണ് ഈ ആക്രമണം നടന്നതെന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെ പല ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഹസൻ നസറുള്ളയെ ടാർഗറ്റ് ചെയ്താവാം അദ്ദേഹം കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ. കാരണം ഇസ്രായേലൊന്നും കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം അവർക്കും അറിയത്തില്ല. ഇപ്പം ഒരു ആക്രമണം നടന്നതിന് ശേഷമുള്ള അവലോകനങ്ങൾ, അതിൻ്റെ ഒരു ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമാണ് അതിന് സാധ്യതകളുണ്ടോ ഇല്ലയോ എന്ന് അവർ കൺഫേം ചെയ്യത്തുള്ളൂ. നമ്മൾ ഇസ്രായേലിൻ്റെ ഒരു പല ചരിത്രങ്ങൾ, അല്ലെങ്കിൽ ഈ റീസെൻ്റ്ലി ഉള്ള ചരിത്രങ്ങൾ പോലും ഇസ്രായേൽ തട്ടിയാൽ പോലും, അവരെ ആക്രമിച്ച് കൊന്നു കഴിഞ്ഞാൽ പോലും അവർ പറയാറില്ല സാധാരണ. കാരണം എനിക്ക് തോന്നുന്നത് ഇബ്രാഹിം അഖിലിനെയാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ഹമാസ് ലീഡർ, അത് ഹിസ്ബുള്ള ലീഡറായിരുന്നു, ഏതോ ഈ റീസെൻ്റ്ലി 1 മാസം മുന്നേ ഏതോ ഒരു ലീഡറിനെ, ഒരു ഹമാസിൻ്റെ ഒരു മെയിൻ ലീഡറിനെ കൊന്നതിന് ശേഷം അവർ അത് 1 മാസത്തിന് ശേഷമാണ് അവർ കൺഫേം ചെയ്യുന്നത്, ഓക്കെ ഞങ്ങൾ ഇന്നയാളെ കൊന്നിരുന്നു എന്ന് പറയുന്നത്. ഒരു കണ്ണ് ഇല്ലാത്തൊരു മനുഷ്യനെ കണ്ടിരുന്നു, വലിയൊരു സീനിയർ തീവ്രവാദിയായിരുന്നു. എനിവേ, ഞാൻ പറഞ്ഞത്, നിലവിൽ ഈ ഹസൻ നസറുള്ള എന്ന വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ചും കൂടെ വൈഡറായിട്ടുള്ള ഒരു വാറിലേക്ക്, ഇത് വാറാകും, എസ്കലേഷൻ, ഇത് ഓപ്പറേഷനാണെന്നൊക്കെ പറയുന്നത്, ഓപ്പറേഷൻ്റെ ഒന്നുമല്ല, ഇറ്റ്സ് എ പ്രോപ്പർ വാർ ഗോയിങ് ഓൺ. 11 മാസം 12 മാസം ഏകദേശം 1 വർഷമാകാറാകുന്നു. ഇത് പ്രോപ്പർ വാർ തന്നെയാണ്. കാരണം കരയുദ്ധവും നേവി യുദ്ധവും, നമ്മൾ റഷ്യ പറയുന്നത് ഓപ്പറേഷനാണെന്ന് പറയുന്നല്ലോ, ഓപ്പറേഷൻ നോർത്തേൺ ആരവൻസ് കണ്ട ഇസ്രായേലിന് പേരിട്ടിരിക്കുന്നത്. പക്ഷേ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് എ പ്യുവർ വാർ. ഇതിനകത്ത് യാതൊരുവിധ വെള്ളം ചേർക്കേണ്ടതോ മാനിപ്പുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ വേറെന്ത് നല്ല ചില്ലപ്പേരിട്ട് വിളിച്ചാലും ഇത് യുദ്ധം തന്നെയാണ്. കാരണം ഇറാനിലേക്ക് ഇസ്രായേൽ മിസൈൽസ് പകരത്തിന് വിട്ടു. ഇറാൻ ഏകദേശം 300-350ഓളം പ്രൊജക്ടൈൽസ്, മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസ്
അത് അങ്ങനത്തെ മിസൈൽസ് ഈ പറഞ്ഞ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് അയച്ചു. അതിനകത്ത് 1-2 എണ്ണം കണ്ട് ഒരു എണ്ണം കണ്ട് നെഹേവ് മരുഭൂമിയിൽ വീണിട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ജോർദാൻ, സൗദി, അമേരിക്കയുടെ ഫോഴ്സസ്, ഇറാഖിലുള്ള ഫോഴ്സസ്, UK ഫോഴ്സസ്, ഇങ്ങനത്തെ എനിക്ക് ഫ്രാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും പാശ്ചാത്യ ശക്തികളുടെയും ജോർദാൻ്റെ അടക്കം മിസൈൽ വേദ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ അയച്ചിരുന്ന കുറച്ച് ഏകദേശം 8 മണിക്കൂർ കണ്ടൊക്കെ എത്തുന്ന പോലത്തെ കുറച്ച് പ്രൊജക്ടൈൽസൊക്കെയാണ് അയച്ചത്. എനിവേ ഒരു കാലവണ്ടി യുഗത്തിലെ സാധനങ്ങളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത്രയും മണിക്കൂറുകളൊന്നും എടുത്ത് വരേണ്ട സൂപ്പർസോണിക് മിസൈൽസ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. ഇനി അവരെ ചിലപ്പോൾ ഒരുപക്ഷെ കാണാം, കാരണം അത്രയും ടെക്നോളജിയൊക്കെ ഉള്ള രാജ്യമാണ്. ഇനി അവർക്ക് അത്രയും ദൂരം പറന്നെത്തിക്കാൻ പറ്റിയല്ലോ, അതുതന്നെ വലിയ കാര്യം. മാത്രമല്ല, ഈ ഹസൻ നസ്രുള്ള എന്ന വ്യക്തി മരിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറാൻ ഒരുപക്ഷെ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് ഈ യുദ്ധത്തിലേക്ക്. ഇറങ്ങിയാലും വൻ പരാജയം തന്നെയായിരിക്കും. കാരണം ഇതൊരു ലൂപ്പിലാണ് അവർ വന്നുപെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പല യൂട്യൂബേഴ്സും വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഹമാസ്, ഹിസ്ബുള്ള, ഇസ്ലാമിക് ജിഹാദ്, ഇറാൻ തുടങ്ങിയ ഇവർക്ക് ചുറ്റുമുള്ള എല്ലാ ശത്രുക്കൾ രാജ്യങ്ങൾക്കും ശരിക്കും കാണിച്ച ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു October 7th. എല്ലാ തീവ്രവാദികളും, ഹിസ്ബുള്ളയെ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് ചെറിയ പേടിയുള്ള ഒരു സാധനമായിരുന്നു. ദറ്റ് മീൻസ് ഇറ്റ്സ് വാസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഇസ്രായേൽ ഫിയർഡ്. അതാണ് ഞാൻ ആ വർക്ക് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം 4 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിസ്ബുള്ള എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ അത്ര ധൈര്യമില്ലായിരുന്നു എന്നുള്ള സത്യം. ഈവൻ ഹമാസ് എന്ന് പറഞ്ഞാലും അത്ര ഓവർ കോൺഫിഡൻ്റ് ഒന്നും അല്ല അവർ. കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ഷീൽഡാക്കി ഹ്യൂമൻ ഷീൽഡ് വെച്ചുകൊണ്ടിരുന്നതും ആൾക്കാരുടെ തീവ്രവാദവും ടെററിസവും ഈ പറഞ്ഞ സൂയിസൈഡൽ ബോംബിങ്ങൊക്കെ കാരണമാണ് പേടിയല്ല, നേരെ വന്നടിക്കാമെന്നൊരു പേടിയില്ല. ഇവർ ടണലുകളിൽ ഒളിച്ചുകൊണ്ട് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ആണ് പുറത്ത് കൊണ്ട് വെക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തിൻ്റെ മുന്നിൽ ഇന്നലെ കൂടിയ UN സെക്രട്ടറി പറഞ്ഞ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗങ്ങളിലും അതിൻ്റെ ഒപ്പം UN ജനറൽ അസംബ്ലിയിലെല്ലാം ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളോട് നിങ്ങൾക്ക് ശകലം അങ്ങനെ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ, അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു പ്രസംഗം കേൾക്കണം. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിലെ ഒരു ഇസ്രായേലി പ്രധാനമന്ത്രിമാർ നടത്തിയേക്കുന്ന പ്രസംഗങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഈ ഇറാനോട് അവർ പറയുന്നുണ്ട്, ഈ റെജീം നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഇഫ് യു സ്ട്രൈക്ക് അസ് വി വിൽ സ്ട്രൈക്ക് ബാക്ക്. അത് പറയാനുള്ള ആർജവം ശരിക്കും പറഞ്ഞാൽ പലർക്കുമില്ല. ഫോർ എക്സാമ്പിൾ, അമേരിക്കയിലെ ട്രംപിനെ വധിക്കാൻ 2 പ്രാവശ്യം ശ്രമം നടത്തി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ചെവിപ്പുറകിലൂടെ വലത്തേച്ചയുടെ സൈഡിൽ കൂടെ ഉണ്ടാവുക ആദ്യത്തേത്. രണ്ടാമത് എനിവേ വെടിവെക്കാൻ ബാധിച്ചില്ലെങ്കിൽ AK-47 തോക്കുമായിട്ട് പിടിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ കഴിഞ്ഞ മാസം ആണെന്ന് തോന്നുന്നു ഒരു പാകിസ്ഥാൻ പൗരനാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിനെ ഈ പറഞ്ഞ തമ്മിനെ വധിക്കാനുള്ള സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിക്കപ്പെട്ടു. എനിവേ ഇതിന് പിന്നിൽ ഇറാനാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് കറ്റാസ്ട്രോഫ് ഫോർ ഇറാൻ. അവർ പക്ഷേ അതൊരു വലിയ എസ്കലേഷനിലേക്ക് പോകും. ഇറാൻ ഇപ്പോൾ ഈ പറഞ്ഞ അവരുടെ ടെഹ്റാനിൽ വന്ന് ഇസ്മായിൽ ഹനിയെ കൊന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ ആരെക്കൊണ്ട് സാധിക്കുന്നില്ല. കാരണം ഓൾറെഡി അവർക്ക് സാങ്ഷൻസ് ഉണ്ട്. മിതവാദിയായ ഇവിടുത്തെ പുതിയ പ്രസിഡൻറ്റ് മാക്സിമം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. വായ്ത്താളം മാത്രമേ നടക്കത്തുള്ളൂ. എനി എസ്കലേഷൻസ് വിൽ ഗോ ഫോർ എ റീജിയണൽ ബിഗ് വാർ. അതൊരു വേൾഡ് വാർ എന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ ഓഫ് കോഴ്സ് അതൊരു ഇച്ചിരൂടെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന യുദ്ധമാണ്. വേൾഡ് വാർ എന്ന് വേണേൽ പറയാം. ഇപ്പോൾ വേൾഡ് വാർ അല്ല ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈവൻ വളരെ ഷെയിംഫുള്ളായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീലങ്കയിലെ ഇലക്ഷന് ശേഷം ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ബോട്ട് യാത്രക്കാരെ, ഞാൻ എന്നോട് കോയിൻസിഡൻസ് ആയിട്ട് പറയുന്നതാണ്, ശ്രീലങ്കൻ പട്ടാള നേവി ഓർമ്മ അവർ വെടിയുതിർത്ത് പേടിപ്പിച്ച് പിന്തിരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത കേട്ടു. ശ്രീലങ്ക പോലത്തെ ഒരു ഇട്ടാവട്ടം പോലും ബാക്കിയുള്ള നമ്മുടെ അയൽവക്കത്തെ ശത്രുരാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നറിയുമ്പോൾ തീർച്ചയായും നമുക്കെതിരെ പറഞ്ഞ എല്ലാ ഓലപ്പാമ്പ് പത്തി നടത്തുന്ന കാലമാണ് കുട്ടികളെ. ബംഗ്ലാദേശ് ഇതുപോലെ തന്നെ. ദാറ്റ് മീൻസ് ഒരു ചേരാ നയത്തിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചേർന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. റഷ്യയായിട്ട് ഒരുപോലെ ബന്ധമുണ്ട്, അമേരിക്കയായിട്ട് ബന്ധമുണ്ട്, എല്ലാ ലോക രാജ്യങ്ങളും, ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്, പാലസ്തീനുമായിട്ട് ബന്ധമുണ്ടോ വെച്ചാലുണ്ട്, അറബ് രാജ്യങ്ങളുമായിട്ടും വലിയ കുഴപ്പമില്ലാത്തൊരു ബന്ധമൊക്കെ കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര കാലം എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പാകിസ്ഥാൻ ഇഷ്യൂ ഒക്കെ വരാൻ നേരം ഏറ്റവും കൂടുതൽ നമ്മുടെ തുർക്കി പോലത്തെ നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് കരുതുന്ന തെണ്ടികൾ പോലും നമുക്കെതിരെ വളരെ മോശമായിട്ടാണ് പരാമർശങ്ങൾ വരുന്നത്. അത് മതമാണെന്ന് വെച്ചാൽ മതമല്ല, മതമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതമാണ്. എനിവേ അത് എന്താണെങ്കിലും നമ്മളെ ബാധിക്കുന്ന കാര്യം ആണ്. അത് മതമാണെങ്കിലും അല്ലെങ്കിലും.
ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ അമേരിക്ക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്, യൂതനായതുകൊണ്ടാണ് വെച്ചാൽ അല്ല. പക്ഷേ പൊതുവെ ഒരു എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും അല്ല, അറബ് രാജ്യങ്ങൾ, ഈ പറഞ്ഞ സൗദി, ബഹ്റിൻ, UAE ഇങ്ങനത്തെ കുറച്ച് രാജ്യങ്ങളിലോട് വളരെയധികം നല്ല സൗഹൃദത്തിലുള്ള ബന്ധങ്ങളാണ്. കാരണം ഷിയ മുസ്ലിം യുദ്ധത്തിനിടയ്ക്ക് പെട്ടുപോയത് സൗദിയൊക്കെയാണ്, സൗദിയും UAE ഒക്കെ. കാരണം സൗദിയുടെ ആരാംകോ എണ്ണപ്പാടത്തിലേക്ക് ഹൂത്തികൾ അയച്ച ഒരു മിസൈൽ കാരണം ഏകദേശം 20% സൗദിയുടെ ടോട്ടൽ എണ്ണ പ്രൊഡക്ഷൻ നിന്നുപോയ അല്ലെങ്കിൽ കുറയ്ക്കേണ്ടതായിട്ട് വന്ന ഒരു സമയമുണ്ടായിരുന്നു. അതൊക്കെ സൗദിയിലൊക്കെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്നവർക്കറിയാം. ഹൂത്തികളുമായിട്ട് നിരന്തരമായ യുദ്ധമായിരുന്നു. എത്ര ലക്ഷം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചെന്നുള്ള കാര്യമൊക്കെ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. എത്ര ലക്ഷം ആൾക്കാർ, എത്രയായിരം ഡോളറുകൾ ഈ പറഞ്ഞ ആയുധത്തിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ നിന്നും ബാക്കിയുള്ള ശക്തികളുടെ നിന്നും സൗദിയൊക്കെ മേടിച്ചെന്നുള്ളതും, ആ പറഞ്ഞ യമൻ മുഴുവൻ ബോംബിടുകയും അതിന് യാത്ര ചെയ്തുകൊണ്ടിരുന്നതല്ല. എനിവേ, നമുക്ക് കാത്തിരിക്കാം. ഒരു പക്ഷേങ്കിൽ ഇത് 100% ഉറപ്പൊന്നുമില്ല. എനിവേ, ഈ ഹസൻ നസറുള്ള എന്ന വ്യക്തി, ഈ തീവ്രവാദി നേതാവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചാഴ്ചകൾക്കെങ്കിലും ശകലം വലിയ എസ്കലേഷൻസ് അല്ലെങ്കിൽ വലിയൊരു യുദ്ധം ചിലപ്പോൾ കാണേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ തീവ്രവാദിയുടെ മരണത്തോടു കൂടി അത് നിന്ന് പോകാനും മതി. ഇറാന് പേടിച്ച് മിണ്ടാണ്ടിരിക്കുവാണെങ്കിൽ അടുത്തത് ഹൂതികൾക്കാണ് കിട്ടാൻ പോകുന്നത്. യമൻ ഓൾറെഡി അവരുടെ പോർട്ട് മുഴുവൻ അവർ സന എന്ന് കണ്ട പേരെന്ന് തോന്നുന്നു, ആ പോർട്ട് ഓൾറെഡി അവർ നശിപ്പിച്ചായിരുന്നു. ഇനിയിപ്പം നെക്സ്റ്റ് 1 by 1 ഹമാസിനെ ഏകദേശം 24 ബ്രിഗേഡുകൾ 23 തീർന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ പറയുന്നു. അതിനുശേഷം ഹിസ്ബുള്ളയുടെ ഏകദേശം പേജർ പൊട്ടിത്തെറിച്ചു. പിറ്റേ ദിവസം മരിച്ചിറക്കിൻ്റെ ദിവസം ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ്, വാക്കി ടോക്കി എല്ലാം, റേഡിയോകളെല്ലാം പൊട്ടിത്തെറിച്ചു. അതിനുശേഷം തുടരെയായുള്ള ബോംബുകൾ മൂലം അവരുടെ കമ്മ്യൂണിക്കേഷനും അവരുടെ പ്രജകളും അവരുടെ ഫൈറ്റേഴ്സും എല്ലാം അറ്റവും മൂലയും കണ്ണും ചെവിയെല്ലാം വളരെ പരിതാപകരമായിരിക്കുന്നു. എനിവേ, ലോകം ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ. ഒന്നെങ്കിൽ ഈ പറഞ്ഞ സ്വയം പൊട്ടിത്തെറിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് മതത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും ഒരു വ്യക്തിയെ കൊല്ലണം, തീവ്രവാദം പ്രചരിപ്പിക്കണമെന്ന് ആശയിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ നാശം കൂടി ലോകത്തിന് സമാധാനം പുലരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആശിക്കുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്.